എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഗോദയിലോട്ട് ഇറങ്ങിയപ്പോൾ അതിൻ്റെ ടെക്നിക്സ്? കാര്യം അതിൽ തന്നെ ഒരു പ്രൊഫഷണൽ ഗുസ്തിക്കാരനെ അറിയാം, 4 മിനിറ്റിനകത്ത് കീഴ്പ്പെടുത്തണം അല്ലേ, കുറേ പോളിസീസ്. അത് ഞാൻ ഇവിടെ ഫോട്ടോ വെച്ച് പട്ടാളം എന്ന് പറഞ്ഞ സ്ഥലത്ത് മിന്നൽ ജോർജ് എന്ന് പറഞ്ഞൊരു ആശാനുണ്ട്. ഈ ആശാനാണ് ഗുസ്തി പഠിപ്പിക്കുന്നത്. പുള്ളിക്ക് ഒരു 72 വയസ്സുണ്ട്. പക്ഷെ പുള്ളി എന്നെ, ഇപ്പോൾ എനിക്കൊരു 80 കിലോയിലും മേലെ വെയിറ്റ് ഉണ്ട്, എന്നെ പുള്ളി ഇങ്ങനെ അടിച്ച് താഴ്ത്തിടും. അതായത് മലത്തി അടിക്കാൻ ടെക്നിക്കൽ. അപ്പം അങ്ങനെ ഒരാളുടെ അടുത്താണ് ഞാൻ ശിക്ഷപ്പെടാൻ വേണ്ടി പോയത്. അവിടെ നിന്ന് എനിക്കതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ കൂടി ഞാൻ പുതിയൊരു കാര്യം പഠിക്കുക എന്ന് പറയുന്നത് എപ്പോഴും വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത്ര എളുപ്പമല്ല. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഹെഡ് ടു ടോ നമ്മൾ തല മുതൽ എന്ന് വെച്ചാൽ മറ്റ് ഈവൻ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും വേർക്കില്ല. ഹെഡ് ടു ടോ ഇൻപുട്ട് ചെയ്യണം. അത് ഗോദ എന്ന് പറയുന്ന സിനിമയിൽ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഗുസ്തി പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഒരുപാടൊന്നും ഗുസ്തി കാണിക്കുന്നില്ല സിനിമയിൽ. പക്ഷെ ഒരു ഗുസ്തിക്കാരൻ്റെ നിൽപ്പും നടപ്പും എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു ഗുസ്തിക്കാരൻ, ഞാനതിലൊരു ഫുൾ ടൈം ഗുസ്തിക്കാരനായിട്ടല്ല, പക്ഷെ ഒരു പോയിന്റിൽ ഞാൻ എൻ്റെ ഒരു 3 മിനിറ്റുള്ള ഒരു ഷോട്ടുണ്ട്, ഒരു സിംഗിൾ ഷോട്ടാണ്. ഞാൻ ഒറിജിനൽ റെസ്ലറുമായിട്ടാണ് റെസ്ലിംഗ്. അതായത് മിന്നലാശാൻ്റെ വേറൊരു ശിഷ്യനാണ് അദ്ദേഹം. ഇവിടെ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നിട്ടുള്ള ഒരാളാണ് ഫൈസൽ. അദ്ദേഹത്തിനൂടെ ഞാൻ ഈ ഗുസ്തി കൂടുമ്പോൾ 3 മിനിറ്റാണ് ആ ടേക്ക് ഉള്ളൂ. അപ്പോൾ ആ ടേക്കിൽ ക്യാമറമാൻ, അത് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞ അതിൻ്റെ രസം കളയുന്നില്ല, പക്ഷെ അതൊരു ഗംഭീര ഷോട്ടായിരിക്കും അത്. പക്ഷെ അതിന് റീടേക്സ് വേണ്ടി വന്നു, 4-5 റീടേക്ക് വേണ്ടി വന്നു. ഓരോ റീടേക്കും കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ 3 മിനിറ്റേ ഗുസ്തി പിടിക്കുന്നുള്ളൂ. പക്ഷേ ഈ 3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഈ അക്കാര എന്ന് പറയാം ഗുസ്തി പിടിക്കുന്ന സ്ഥലത്തുണ്ട്, അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ശ്വാസം എടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതായത് ഞാൻ അത്യാവശ്യം എക്സസൈസ് ചെയ്യുന്ന ആളാണ്, ഞാൻ സ്പ്രിൻ്റ് ഓടുന്ന ആളാണ്. ഒരു കിലോമീറ്റർ സ്പ്രിൻ്റ് ഓടിക്കഴിഞ്ഞ് പരമാവധി വേഗത്തിൽ 1 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന കിതപ്പിനേക്കാൾ കൂടുതലായിരുന്നു ഈ 3 മിനിറ്റ് കൊണ്ടുണ്ടായിട്ടുള്ള കിതപ്പ്. ഗാട്ടാ ഗുസ്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫൺ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പലർക്കും അറിയില്ല. ഞാനിത് പഠിച്ചപ്പോഴാണ് എനിക്കിത് അറിയുന്നത്.